നടിക്കെതിരായ കുറ്റകൃത്യത്തിന്റെ തുടക്കം മുതലുള്ള സംഭവവികാസങ്ങൾ, അന്വേഷണം, പൾസർ സുനിയുടെയും കൂട്ടുപ്രതികളുടെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി വിവരിച്ചുകൊണ്ടാണ് നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ തയ്യാറാക്കിയിരിക്കുന്നത്. ദിലീപിന്റെ സാമൂഹികമായ ഉന്നത നിലവാരവും ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നു. ഈ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ വൻ ഗൂഢാലോചന അണിയറയിൽ നടന്നു എന്ന് അടിവരയിട്ടു പറയുകയാണ് ദിലീപ് ജാമ്യാപേക്ഷയിൽ. തന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ, പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോൻ, ADGP B സന്ധ്യ, തിയേറ്റർ ഉടമ ലിബർട്ടി ബഷീർ എന്നിവരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് ജാമ്യാപേക്ഷ ചൂണ്ടിക്കാട്ടുന്നു. തന്നെ ജയിലിലാക്കാനുള്ള നീക്കത്തിൽ ഇവരുടെ പങ്കാളിത്തത്തെപ്പറ്റി ദിലീപ് ജാമ്യാപേക്ഷയിൽ വിവരിക്കുന്നത് ഇങ്ങനെ: നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അപലപിക്കാനായി ഫെബ്രുവരി 19-ന് എറണാകുളം ദർബാർ ഹാളിൽ ചലച്ചിത്ര പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ടതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ചടങ്ങിൽ നടി മഞ്ജു വാര്യർ ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ് പിന്നീട് തനിക്കെതിരെ മാധ്യമങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത്. ചില തൽപരകക്ഷികളുടെ ചരടുവലികൾക്ക് അനുസൃതമായാണ് പിന്നീട് ചില മാധ്യമങ്ങൾ തനിക്കെതിരെ വാർത്തകൾ നൽകിയത്. ADGP B സന്ധ്യ തന്നെ ചോദ്യം ചെയ്യാനായി ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തിയ സംഭവം അന്വേഷണ ഉദ്യോഗസ്ഥനായ IG ദിനേന്ദ്ര കശ്യപ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ വീഡിയോ ക്യാമറയിൽ പകർത്തിയിരുന്നു. ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്റെ ജീവിതം തകർത്തതിൽ പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ കറുത്ത കൈകൾ പ്രവർത്തിച്ചതെങ്ങനെയെന്ന് വിവരിച്ചിരുന്നു. തന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങൾ പറയുന്ന സമയം അതുവരെ പ്രവർത്തിച്ചിരുന്ന വീഡിയോ ക്യാമറ ഓഫ് ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ B സന്ധ്യയുടെ പെരുമാറ്റം അസ്വാഭാവികമായിരുന്നു. തനിക്ക് ചില സംശയങ്ങൾ അപ്പോൾ തോന്നി. ADGP B സന്ധ്യയും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞ നടിയും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. മഞ്ജു വാര്യരെയാണ് പരോക്ഷമായി ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ശ്രീകുമാർ മേനോന് മാധ്യമങ്ങളിലും മറ്റും ഉന്നത സ്വാധീനമുള്ളയാളാണ്. പ്രമുഖ പ്രവാസി വ്യവസായിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ശ്രീകുമാർ മേനോനും ഭരിക്കുന്ന പാർട്ടിയിലെ ഉന്നത നേതാവിന്റെ മകനും ചേർന്നാണ്. ലിബർട്ടി ബഷീർ സമരം പ്രഖ്യാപിച്ച് മലയാള സിനിമയെ പ്രതിസന്ധിയിലാക്കിയ സമയത്താണ് മറ്റു ചലച്ചിത്ര പ്രവർത്തകരുടെ കൂടി പിന്തുണയോടെ താൻ തിയേറ്റർ സംഘടനയുണ്ടാക്കിയത്. ഇത് തന്നെ ലിബർട്ടി ബഷീറിന്റെ 1-ാം നമ്പർ ശത്രുവാക്കി. ഈ സംഘടനയുടെ ഉദ്ഘാടനത്തിന്റെ പിറ്റേ ദിവസമാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ 13 മണിക്കൂർ തന്നെ ചോദ്യം ചെയ്തത്. ധനാഢ്യനും തലശ്ശേരിക്കാരനുമായ ലിബർട്ടി ബഷീറിന് ഭരിക്കുന്ന പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. രഹസ്യ കേന്ദ്രത്തിലേക്ക് തന്നെ വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാക്കിയ കെണിയായിരുന്നുവെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഈ വാദങ്ങളടക്കം തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഓരോരുത്തരെയും ചൂണ്ടിക്കാട്ടിയുള്ള ജാമ്യാപേക്ഷയാണ് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്.